ഇറാനും അമേരിക്കയും ഇഞ്ചോടിഞ്ച് കാര്യങ്ങളൊക്കെ പൊരുതിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റും. വാക്കിലാണെങ്കിലും അവരുടെ പ്രകടനങ്ങളാണെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അതിനൊരു പ്രൂഫായിട്ട് ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. അതിലെന്തായി പറയുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു പുതിയ ഡ്രോൺ അവർ പറത്തി എന്നുള്ളതാണ്. സസൂക്ഷ്മം വീക്ഷിക്കുന്നു, കൂടുതൽ കാര്യക്ഷമതയോടുകൂടെ ഇറാൻ ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ പിന്നാലെ വരുന്ന ഓരോ കാര്യങ്ങൾ. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസിൻ്റെ എയറോസ്പേസ് ഫോഴ്സുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന ഡൂംസ് ഡേ ഡ്രോൺ യൂണിറ്റ് ഷഹാദിൻ 136, 129, 191 ഐറ്റംസ് ഡ്രോണുകൾ തത്സമയം പറത്തി എന്നുള്ളതാണ്. അത് വെറുതെ പറയല്ല, മിലിറ്ററിയാണ്, ഇറാൻ്റെ മിലിറ്ററി ആണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് കണ്ടോക്കാം. തത്സമയം അത് സംരക്ഷണം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിന് പിന്നാലെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, താല്പര്യമുള്ളവർ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. 30 സെക്കൻഡിനുള്ളിൽ നടന്നിട്ടില്ലെങ്കിൽ ഇപ്പോഴൊന്നും എങ്കിലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിന് നന്ദി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ബാക്കി വീഡിയോ കാണാം. മൊത്തമായിട്ട് ഇതിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ക്രിട്ടിക്കലായിട്ട് ഏത് മേഖലയും എങ്ങനെയും തകർക്കാൻ പറ്റുന്ന സംവിധാനമാണ് ഈ ഡ്രോണുകൾക്കുള്ള ശക്തി എന്നാണ് അവകാശപ്പെടുന്നത്. എന്താണെങ്കിലും അമേരിക്കയുടെ അബ്രഹാം ലിങ്കൻ ആണെങ്കിലും മറ്റേതെങ്കിലും വകുപ്പിലുള്ള ഏതെങ്കിലും പേര് ചാർത്തിയിട്ടുള്ള വാർഷിപ്പുകളാണെങ്കിലും അതിനൊന്നും യാതൊരു പേടിയും ഞങ്ങൾക്കില്ല എന്നുള്ളത് എബ്രഹാം ലിങ്കൻ്റെ അറബിക്കടലിലേക്കുള്ള ആഗമനത്തോടു കൂടിയിട്ടുള്ള ഒരു പ്രഖ്യാപനവും അതിനനുബന്ധമായിട്ടുള്ള ആക്ടിവിറ്റീസുമാണ് ഇപ്പം ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഓരോന്നായിട്ട് പുറത്തേക്ക് എടുക്കുന്നത്. ഈ ഒരു ഡ്രോണിൻ്റെ പ്രത്യേകത പറയുന്നത് ശത്രുവിൻ്റെ ഏത് മേഖലയും നിഷ്പ്രയാസം തകർക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ 136, 129, 191 ഡ്രോൺസുകൾ ഇതുവരെ അഥവാ 2025 ജൂൺ മാസത്തിൽ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങളിൽ ഞങ്ങൾ എടുക്കാത്ത ഒരു ആയുധം കൂടിയിട്ടാണ്. മാത്രമല്ല ഇത് പുതിയൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിത് ആവിഷ്കരിച്ചത്. അഥവാ എയറോസ്പേസ് അഫിലിയേറ്റഡുമായിട്ട് നടത്തിയിരുന്ന അഥവാ അഫിലിയേറ്റഡ് ഡൂംസ് ഡേ ഡ്രോണാണ്. അവ 2 കമ്പനികളായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വലിയ ഒരു പ്രഖ്യാപിതമായിട്ടുള്ള അവരുടെ അജണ്ടയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു വെപ്പൺസാണ് ഈ ഒരു ഡ്രോൺ എന്ന് പറയാൻ പറ്റും. ഇതിന് ഒരുപാട് സീരീസുകളുണ്ട്. അതിൽ 3 സീരീസുകളാണ് ഇപ്പോൾ റിവീൽ ചെയ്തിട്ടുള്ളത്. അത് തന്നെ വളരെ മാരകമായതും ദൈർഘ്യമായതുമാണെന്നാണ് പറയുന്നത്. വിശദാംശങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ. കാര്യമായിട്ട് ഇതിൽ പറയുന്ന ഈ വളരെ വിശാലമായിട്ട് നോക്കിയാൽ ഇതിൽ പറയുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ദിക്കുകളിൽ ഒരേ സമയം വളരെ കൺട്രോൾഡായിട്ട് അക്യുറേറ്റഡായിട്ട് പഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ പറ്റുന്നു. അതോടൊപ്പം വേണമെങ്കിൽ ഇതിന് നല്ല ഭാരമുള്ള പോർമുനകളെ ഘടിപ്പിക്കാനും ഇതിൽ സാധിക്കുന്നു. അതോടൊപ്പം എത്ര ഹൈറ്റിലേക്ക് ഉയർത്താനും താഴ്ത്താനും പറ്റുന്നു. അതൊക്കെ തന്നെയാണ് റഡാർ സംവിധാനത്തെ ഒളിച്ച് കാര്യങ്ങൾ നടത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഏതൊരു സംവിധാനവും അങ്ങനെയാണ് ഉണ്ടാകുക എന്നുള്ളത്. എന്താണെങ്കിലും ഇറാൻ്റെ ഏറ്റവും പ്രകടനമായിട്ടുള്ള ഡ്രോണുകളൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് വലിയ തന്നെ വാഹനങ്ങൾ അല്ലെങ്കിൽ അതവരുടെ കപ്പലുകളുടെ വ്യൂഹം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് എന്നൊക്കെ പുതിയ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിൻ്റെ ഗ്രാഫിക്സ് ചിത്രങ്ങൾ അത് പറയപ്പെടുന്നത് AI പിക്ചറാണെന്നാണ്. അത് അറിയില്ല. എങ്ങനെയാണെങ്കിലും ഇറാൻ്റെ പ്രത്യേക മിലിറ്ററി ആയിട്ട് ബന്ധപ്പെട്ട സൈറ്റുകളിൽ വരും AI അല്ലെങ്കിൽ വാഷിങ്ടൺ DC ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും സൈറ്റിൽ വരുത്തുന്നുണ്ട്. പക്ഷേ വലിയൊരു ഫ്ലീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വിഭാഗം അവിടെ നിന്ന് പോന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ചെറിയ മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നല്ലാതെ അതിനെക്കുറിച്ച് വ്യക്തതയൊന്നും വന്നില്ല. എന്താണെങ്കിലും ഈ അബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന വലിയൊരു കപ്പൽ ഇവിടത്തേക്ക് വരുന്നുണ്ട് എന്നതും അത് ഏതാനും മണിക്കൂറുകൾക്ക് അറബിക്കടലിൽ കയറുമെന്നും അത് മിഡിൽ ഈസ്റ്റിലേക്ക് പോകുമെന്നും ഒക്കെ പറയുന്നത് സത്യത്തിൽ അത് കൃത്യമായിട്ട് ഒപ്പിയെടുത്തിട്ട് നമ്മുടെ ഇറാൻ്റെ മിലിറ്ററി അവരുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത് നമ്മളിങ്ങനെ വാർത്തയാക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ നമ്മളൊക്കെ സാധാരണ പറയാറുണ്ട് അണ്ടനും അടകോടൻ്റെയൊക്കെ സൈറ്റിൽ നിന്ന് എടുത്തിട്ട് കഥ പറഞ്ഞാൽ നടക്കൂല, അത് കാര്യങ്ങളൊക്കെ അപകടത്തിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള സൈറ്റിൽ നിന്ന് കിട്ടുന്നത് മാത്രമേ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കാണിക്കാനും എടുക്കാനും പറയാനും താല്പര്യപ്പെടുന്നുള്ളൂ. കാരണം നമ്മളെ പേര് മോശമാക്കിയിട്ട് കാര്യമില്ലല്ലോ. കാരണം നമുക്കിതുകൊണ്ട് എന്താ ഗുണമുള്ളത്? നമുക്കാകെ ഒരു ആഗ്രഹവും ആശ്വാസമുള്ളത് ഒരുപാട് എതിർ ചാനലുകൾ ഉണ്ടാകുമ്പം അതിന് സത്യം പറയാനും നമുക്ക് നമ്മുടേതായ കാഴ്ചപ്പാട് പറയാനുമാണ് ഈ ചാനൽ ആകത്തുക.
അല്ലാതെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനോ അല്ല വേറെ ഏതോ വലിയ ലെവലിൽ സെലിബ്രിറ്റി ആകാനോ എന്നല്ല. കുറേ കാലമായിട്ട് ആഗ്രഹിച്ചതാണ്. ഒരുപാട് 3-4 ചാനലൊക്കെ അടിച്ചു പോയിട്ടുണ്ട്. നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിക്ക് ചെയ്യുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞത്, പറ്റുന്നവരൊന്ന് ഹെൽപ്പ് ചെയ്യാം. നിങ്ങളുടെ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ചെയ്ത് നമുക്ക് ഉപകാരമാണ്. അപ്പോൾ ചുരുക്കി പറയാം, ഇവർ വളരെ ആവേശത്തിലാണ്. എന്താണെങ്കിലും നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. അവരുടേതായിട്ടുള്ള ലോഞ്ചിങ് നടന്നു കഴിഞ്ഞു എന്ന് പറയാം. അത് എന്തിനു വേണ്ടി നടക്കുന്നു എന്നത് ഇനി ആലോചിക്കാനുള്ളൂ. അത് അമേരിക്കയ്ക്ക് വേണ്ടി, അതോ അനുബന്ധമായിട്ടുള്ള ബാക്കിയുള്ള അക്രമകാരികളായിട്ടുള്ള എല്ലാ ആളുകൾക്കും ഒരു താക്കീതായിട്ടാണ് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും കാത്തിരുന്ന് കാണാം വിശേഷങ്ങളായിട്ട്. ഇറാൻ എന്ന് പറയുന്ന രാജ്യം വെറുതെ അങ്ങോട്ട് ഒഴിഞ്ഞു മാറി തരുമെന്നില്ല. വെനസ്വേല പോലെ അല്ല, മിണ്ടാതിരിക്കുന്ന മറ്റേതും രാജ്യങ്ങളെപ്പോലെ അങ്ങോട്ട് ഒഴിവാക്കി തരൂല എന്ന് മനസ്സിലാക്കുക. ഇദ്ദേഹം മാളത്തിലാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ, ഞാൻ അവരുടെ പേരൊന്നും വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളോടൊന്ന് പറയട്ടെ, ഇയാളെ ലൈവായിട്ട് ഈ ചാനലിൽ വന്നിട്ട് കാര്യങ്ങൾ വളരെ നന്നായി വീക്ഷിക്കുകയും അദ്ദേഹത്തിൻ്റെ അതാരാന്നറിയില്ലോ അല്ലേ, ആയത്തുള്ള ഖാംനെയാണ്. നിങ്ങൾ റഷ്യയിലേക്ക് പോയി എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അയാളാണ് ഈ ലൈവായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് എല്ലാവിധ ആശീർവാദങ്ങളും പറഞ്ഞുകൊണ്ട് തന്നെ ഈ വിഷയത്തെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ഇത്രയൊക്കെ ആയിട്ട് നമ്മൾ ചിലർക്ക് എന്തോ തലയുടെ ഉള്ളിൽ കയറുന്നില്ല. ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതും ചരിത്രാതീത കാലം മുതലേ വളരെ സൗഹൃദപരമായിട്ട് മുന്നോട്ട് പോകുന്നതുമായ ഒരു രാജ്യമാണ്. മാത്രമല്ല അവിടുത്തെ ഇന്ധനങ്ങൾ ഒരുപാട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, പൈസ കൊടുത്തിട്ടാണെങ്കിൽ പോലും. ആ ഒരു വല്ല വ്യാപാര ബന്ധമുണ്ടല്ലോ, ഡിപ്ലോമാറ്റിക് ബന്ധമുണ്ടല്ലോ, അതൊക്കെ ഒരു തരം കഴിഞ്ഞ് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുമ്പോഴേ അതിൻ്റെയൊക്കെ വില അറിയുള്ളൂ. അതിന് ചരിത്രം പഠിച്ചാൽ മതി. എന്തായിരുന്നു പഴയ കാലത്ത് തുർക്കി എംപയർ, എന്താണ് സൗദി എങ്ങനെ ഉണ്ടായത്, സൗദിയുടെ കൂട്ടത്തിൽ തന്നെ ഒമാൻ്റെ ഉദയം എങ്ങനെയാണ്, UAE ഇങ്ങനെ 4-5 കഷ്ണമായിട്ട് പിന്നെ അതിനെയും ആ ലെവലിലേക്ക് പേരെങ്ങനെ വന്നു, ഇതൊക്കെ നമ്മൾ കാണേണ്ടതല്ലേ. ഇതൊക്കെ ചതിയിലൂടെയാണ് വന്നത് എന്ന് കാണാൻ ഏറെ എളുപ്പമാണ്. അഥവാ തുർക്കി എംപയറിനെ നശിപ്പിച്ച ചതിയാണ്, സൗദി ഉണ്ടാക്കിയ ചതിയാണ്. അതേപോലെ UAEയും കൂടി ഒന്നിച്ച് ഒരേപോലെ ആക്കിയെടുത്തതും ഒരേ രീതിക്ക് 5-6 കഷ്ണത്തെ ഒരുമിപ്പിച്ചതൊക്കെ എന്തായിരുന്നു അതിൻ്റെ പിന്നിലെ ചതികൾ എന്നുള്ളത് ചരിത്രം പഠിക്കുന്ന ചരിത്രകൂതികൾക്ക് ഒക്കെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ കരുതേണ്ട ചരിത്രം അറിയാതെ വെറുതെ വെച്ച് വിളമ്പാണ്. അതല്ല, ചരിത്രം അറിഞ്ഞിട്ട് തന്നെ പറയാണ്. എന്താണ് ഇന്ന് ലോകം കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളത് ശരിക്കും വാച്ച് ചെയ്താൽ പഴയകാല ചരിത്രമായിട്ട് ബന്ധപ്പെടുത്തി നോക്കിയാൽ അറിയാം ഇനി എങ്ങോട്ടാണ് പോകുകയെന്നുള്ളത്. ഇറാൻ തകരുമോ ഇല്ലയോ എന്നുള്ളതിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടതില്ല. ഇറാനുമായി അടിപിടി കൂടിയാൽ അമേരിക്കയ്ക്ക് ഒരു പാഠമാകും എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ടാണ് ആ വെല്ലേട്ട മനോഭാവം എന്നൊക്കെ ഒരു മനോഭാവമുള്ള ആൾ ട്രംപ് ഇത്ര നാൾ കാത്തിരിക്കുന്നത്. അല്ലാതെ ആളുടെ ക്ഷമ കൊണ്ടൊന്നുമല്ല. ഓൻ്റെ എന്ന് നമ്മൾ വിളിക്കാൻ നമ്മളത്ര താണിട്ടില്ലല്ലോ. അയാളെ തന്നെയാണ്. അപ്പോൾ ആ ലെവലിൽ നമ്മൾ കാണും എന്ന് പറയുമ്പോൾ വിമർശനാത്മകമായിട്ടാണെങ്കിൽ പോലും അതിനൊരു മാന്യത പുലർത്തണമെന്നല്ലേ, നമ്മളത് കീപ്പപ്പ് ചെയ്യണം. അതെന്ന് ആരോടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. എന്താ ഇതിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത്, ഈ ട്രംപ് കാണിച്ചു കൊടുത്തിരുന്നു ഞങ്ങളുടെ വലിയ യുദ്ധക്കപ്പൽ വാർഷിപ്പ് നിങ്ങളെയും തേടി എത്തുന്നുണ്ട്. അപ്പോൾ തിരിച്ചൊരു മറുപടി, നിങ്ങളെയും തേടിയതാൽ വെൽക്കം ടു ഹെൽ, നേരത്തെ പറഞ്ഞതുപോലെ. അതാണ് ഈ നമ്മൾ നേരത്തെ വായിച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം ഇതാണ്, നിങ്ങൾ വന്നോളൂ, ഞങ്ങൾ മുക്കിക്കോളാം, ഞങ്ങളത് പാകപ്പെട്ട് കിടക്കുന്ന ഡ്രോണുകൾ 10,000 ചാവേറുകൾ നിങ്ങളേതിനാ തടയാൻ പറ്റുക തടഞ്ഞോളൂ എന്നും പറഞ്ഞിട്ടുള്ള വെല്ലുവിളി. എവിടം വരെ പോവും അല്ലാഹു അഅലം. കാത്തിരിക്കാം മറ്റൊരു വിശേഷമായിട്ട്. നിങ്ങളുടെ സപ്പോർട്ടിന് ഹൃദ്യമായിട്ട് നന്ദി അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.